ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളിലൊതുക്കിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ അപ്പനും അപ്പാപ്പനും ഒക്കെ എൻ്റെ ഇളയപ്പന്മാരൊക്കെ അച്ഛന്മാരായിരുന്നു. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഇന്ന് പള്ളി പോകണമെന്ന് അതിയായ ആഗ്രഹം ഒരു വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ആഗ്രഹിച്ചു തുടങ്ങിയവരാണ്. ഞാൻ പള്ളിയിൽ പോകാനുള്ള ഒരു കൊല്ലമായിട്ട് അച്ഛൻ സിനഡ് കുർബാന ചെല്ലില്ലാന്ന് ഞങ്ങളുടെ പള്ളിയിൽ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ പരസ്യമായിട്ട് ഇറങ്ങി പുറത്തേക്ക് പോകുന്നതല്ല. അവിടെ പള്ളിപ്പാടും തകർന്നില്ല. അതിന് മുഴുവൻ ഈ ഓശാന ഞായറാഴ്ച പള്ളി പോകണമെന്നുള്ള ആ കാരണന്മാർ പകർന്നുള്ള പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നും എന്റെ ഒരു സ്നേഹിതന്റെ കാറ് വിളിച്ച് ഞാനും എന്റെ ഭാര്യയോട് സിനഡ് കുർബാന 6:15 പോയി ആ പള്ളിയിൽ കുർബാനയ്ക്ക് 5 മണിക്ക് ഇന്നത്തെ പള്ളിയിൽ പോയി കുർബാന വന്നു. നമ്മുടെ പൈതൃകര് ഇനി എങ്ങനെ നന്നാവും? നമ്മുടെ അച്ഛന്മാര് നന്നാവണമെങ്കിൽ നന്നാവാനാണ് അവിടെ വർഷാക്കിയ ഈ അച്ഛന്മാര്. ഇവർക്ക് ആധിപത്യം കൊടുത്തു. ഇടവക വികാരി ഇടവകയുടെ പണം വാരിക്കൊലിച്ചെറിയ ഇവരെല്ലാ പണികളും നടത്തുന്ന എന്തെങ്കിലും ലുട്ടുകൊടുക്കും പണി നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പണി ഞങ്ങൾ മാറ്റാൻ പറ്റില്ല. ഞങ്ങളവിടെ ഷെഡ് പണിയുണ്ട്. ഈ ഷെഡ് പണിക്കാർക്ക് അച്ഛന്മാരുടെ പണിയില്ലേ? ഈ അച്ഛനക്ക് പണിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവര് ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം പറയുന്നത് ഈ സ്ത്രീ ജനങ്ങളെ അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് എല്ലാ ഇടവകളിലുണ്ട്. ഈ കത്തോലിക്ക സഭയിൽ മൊത്തമുണ്ട്. കുമ്പസാരമെന്ന രഹസ്യം അവര് പെണ്ണുങ്ങളെ എന്തെങ്കിലും പറഞ്ഞ അച്ഛനൊന്നും അതുകൊണ്ട് പെണ്ണുങ്ങൾ പിന്നെ അവർ ഒരു രക്ഷപ്പെട്ടില്ല. അച്ഛനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നിങ്ങളങ്ങനെ എല്ലാവരും രഹസ്യം പുറത്തു പോകില്ല. സംസാരിക്കാനും പാടില്ല. ഞാൻ പറ്റില്ല. ഞാൻ 3-4 കൊല്ലം ഞാനൊന്നും തല്ലിട്ടില്ല. ഞാനെന്നെ താഴോട് പറയും മനുഷ്യരാണ് പലരും പോയിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ ആരും തല്ലിക്കൊന്നിട്ടില്ല, കട്ടിട്ടുമില്ല. ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ട് പോലും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഇവർക്ക് ആധിപത്യം പുലർത്തുന്നത്. നമ്മുടെ അച്ഛന്മാര് ഈ തട്ടിപ്പിതാവ് വന്ന ഞാൻ ആദ്യം ചോക്ലേറ്റ് കൊണ്ട് കേട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് എത്താനാണ്. കാരണം ഈ സഭ നന്നാവും. പള്ളിയിൽ ആലക്കപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകാതിരിക്കുന്ന ദിവസം ഞാൻ ദിവസം 13 കൊല്ലം ഗൾഫിൽ വന്ന 13 കൊല്ലവും അടുപ്പിച്ച് കുർബാന കണ്ട വ്യക്തിയാണ് ഞാൻ. കൈക്കാരനായിരുന്നു, കമ്മിറ്റിയിലുണ്ടായിരുന്ന എല്ലാ സേവനങ്ങളിലും 13 കൊല്ലം സേവനം ചെയ്ത ഒരാളാണ്. ഈ വിഷമം കൊണ്ട് പുറത്തിറങ്ങി വന്നു പോകുന്നത് എനിക്ക് പള്ളിയിൽ കുർബാന കണ്ടേ പറ്റുള്ളൂ. അച്ഛൻ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. പള്ളിയിൽ കർത്താവ് വിശ്വസിച്ച ഒരു ഒറ്റ വ്യക്തിയാണ് ഈ ലോകം മുഴുവൻ വീട്ടിട്ടുള്ളത്. ഞാൻ എന്റെ ഇടവയ്ക്ക് വേണ്ടിയിട്ട് എന്റെ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി എന്റെ എല്ലാ ഡ്യൂട്ടികളും കഴിക്കും. പിള്ളേരൊക്കെ ഡിഗ്രി മാറ്റാൻ ശ്രമിക്കും. എല്ലാം കഴിക്കും. എനിക്ക് വലിയ ലക്ഷ്യമുള്ളൂ. ഒന്നേ സഭ അമ്മാവാനും ഞാൻ രക്ഷിക്കാം. രണ്ടാമതുള്ളൂ. അതിനെ തീരുമാനം ഉണ്ടാക്കണം. അതിന് ഞാൻ ആ പകരം പഠിക്കും.